നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിലെ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെയല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. അതിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ സഡൻലി അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. ഈ നടന്നു പോകുന്ന വഴിയിൽ കുറച്ച് മുള്ളും കല്ലുകളും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. അപ്പൊ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ആ നടന്നു പോയപ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാല് അവിടെ നിന്നും വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വലിക്കും, അല്ലെ? ഇതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ല, അല്ലെ? അതായത് ഇപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ കാല് വലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ആ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കാല് വലിക്കണം എന്നുള്ളത് ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യമല്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആണ്, അല്ലെ? നമുക്കിപ്പം ഒരു റോസാമുള്ളയിൽ തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ ആ മുള്ളി കുത്തി കഴിയുമ്പോൾ നമ്മൾ ആ കൈ വലിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തീയിൽ തൊട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൈ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. ഇതൊന്നും എന്താണ്, നമുക്ക് ആരും പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്? അല്ലെങ്കിൽ ഏത് രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഈ ഒരു ക്ലാസ്, അതായത് നമ്മളുടെ ഈ ഒരു സെഷനിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള സഡൻ ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്കുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നടത്തുന്നത് ആരാണ്, എങ്ങനെയാണ് അത് നടക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെർവ്സിനെ കുറിച്ചും നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്താണ് ഈ നെർവ്സ്, എന്താണ് ഈ നെർവസ് സിസ്റ്റം, അല്ലേ? അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരമാണ് നമ്മളുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അതായത് നമ്മൾ എന്താണ് നെർവ്സ് എന്ന് പഠിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ പാർട്സ് ആണ് നെർവസ് സിസ്റ്റത്തിനുള്ളതെന്ന് പഠിക്കും. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിലെ പാർട്സും, അതായത് അവയുടെ ഓരോന്നിന്റെയും ഫങ്ഷൻസും ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഇപ്പോ പുതിയൊരു നിയമമൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള നിയമമാണ്, പക്ഷെ ആരും അനുസരിക്കുന്നില്ലായിരുന്നു എന്ന് മാത്രം. നമുക്കറിയാം, 2 വീലേഴ്സ് റൈഡ് ചെയ്യുമ്പം എന്താണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹെൽമെറ്റ് വെക്കണമെന്ന്. അപ്പൊ ആ ഒരു ഹെൽമെറ്റ് വെക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, നമ്മളിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചോദ്യങ്ങൾ വരും. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു, അതായത് എന്താണ് ന്യൂറോൺ, അല്ലെങ്കിൽ ന്യൂറോണിന്റെ പാർട്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ന്യൂറോണിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമായിരിക്കും, കാരണം നമ്മൾ പഠിച്ചതാണ്. അതായത് ഒരു ന്യൂറോണിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആക്സോണുകൾ നമുക്കറിയാം, ഒരു ന്യൂറോൺ അല്ല നമ്മുടെ ബോഡിയിലുള്ളത്, ഒരുപാട് ന്യൂറോണുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പൊ ഈ എല്ലാ ന്യൂറോണുകളിലും എന്തുണ്ട്, ആക്സോണുകളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ആക്സോൺസുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതാണ് നമ്മുടെ നെർവ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ന്യൂറോൺസ് എന്ന് നെർവ്സ് എന്ന് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെ അല്ലെങ്കിൽ എന്താണ് നെർവ് ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ടിപ്പിക്കലി എന്താണ് നെർവിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ നെർവ് ഇരിക്കുന്നത്. അതായത് ഇതാണ് നമ്മളുടെ നെർവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നെർവിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിലെ ഓരോന്നും എന്താണ്, ആക്സോണുകളാണ്, അല്ലെ? ഇത്തരത്തില് എത്രത്തോളം ആക്സോണുകൾ, ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ തന്നെ നോക്കുമ്പോഴറിയാം, അതിൽ ഒരുപാട് ആക്സോണുകൾ കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ഒരു നെർവ്
ഫോം ചെയ്തേക്കുന്നത്. അതുപോലെ ഒന്ന് നോക്കിയേ, എത്രമാത്രം ഗ്രൂപ്പ് ഓഫ് ആക്സോണുകളാണ് ഇവിടെ ഉള്ളതെന്ന്. ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നെർവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ നെർവ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആക്സോണുകളെ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിനെ പറയുന്ന പേരാണ് ആക്സോണുകൾ. അതുപോലെ തന്നെ ഇത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് കവർ ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മളുടെ നെർവ്സിനെ സറൗണ്ട് ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂസും ഉണ്ടായിരിക്കും. അപ്പോ ഇത്രയുമാണ് നമ്മളുടെ നെർവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ടീച്ചർ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു, നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് നെർവ്സുകളുണ്ട്. എന്തിനായിരിക്കും ഇതിന് മാത്രം നെർവുകൾ? കാരണം ഓരോ നെർവും ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അതായത് നെർവ്സിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നെർവ്സിനെ മെയിൻ ആയിട്ട് 3 ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തേതാണ് സെൻസറി നെർവ്സ്. ഒന്നാമത്തേതാണ് സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് മോട്ടോർ നെർവ്സ്. മൂന്നാമത്തേതാണ് മിക്സഡ് നെർവ്സ്. ഫസ്റ്റ് വൺ ഈസ് സെൻസറി നെർവ്സ്, സെക്കൻഡ് വൺ ഈസ് മോട്ടോർ നെർവ്സ്, തേർഡ് വൺ ഈസ് മിക്സഡ് നെർവ്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള നെർവ്സുകളാണ് നമ്മളുടെ ബോഡിയിലുള്ളത്. അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് ഒരേ ഫങ്ഷൻസ് ആയിരിക്കുമോ? ഒരേ ഫങ്ഷൻസ് ആണെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ നെർവ്സും ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ് ഇത് ചെയ്യുന്ന ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. സെൻസറി നെർവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കത്തില്ല നമ്മുടെ മോട്ടോർ നെർവ്സ് ചെയ്യുന്നത്. മോട്ടോർ നെർവ്സ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കത്തില്ല നമ്മുടെ മിക്സഡ് നെർവ്സ് ചെയ്യുന്നത്. അപ്പോ എന്തായിരിക്കും സെൻസറി നെർവ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻസറി ന്യൂറോൺ എന്താണെന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അതുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്തൊരു ഫംഗ്ഷൻ ആണ് സെൻസറി നെർവ്സും ചെയ്യുന്നത്. അപ്പൊ സെൻസറി നെർവ്സ് ചെയ്യുന്ന മേജർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്പൾസസിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസിനെ ഒക്കെ ക്യാരി ചെയ്ത് ഒന്നെങ്കിൽ സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെൻസറി നെർവ് ചെയ്യുന്ന ഫംഗ്ഷൻ. മനസ്സിലായോ? അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിൽ ഇപ്പൊ പറഞ്ഞ പോലത്തെ പലതരത്തിലുള്ള സ്റ്റിമുലസുകൾ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഇമ്പൾസസുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഇമ്പൾസസിനെ എന്ത് ചെയ്യും? ക്യാരി ചെയ്ത് ഒന്നെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ എത്തിക്കുന്ന നെർവ്സ് ആണ് സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ നെർവ്സ്. അപ്പൊ സെൻസറി നെർവ്സ് നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ ഈ പറയുന്ന ഇൻഫർമേഷനെ എത്തിച്ചു കഴിഞ്ഞു. ഇനിയും ആ ഇൻഫർമേഷനെ എല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാവും അല്ലെ? ഈ റെസ്പോൺസ് ഉണ്ടായി നമ്മുടെ ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ ഇരുന്നാൽ പോരാ, അത് തിരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി പാർട്ടിലേക്ക് എത്തണം അല്ലെ? അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും അതുപോലെ ബ്രെയിനിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനെ എങ്ങോട്ടേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന നെർവ്സ് ആണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. അതായത് ഇമ്പൾസസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ക്യാരി ചെയ്ത് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്ന നെർവ്സ് ആണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്? പേരിൽ തന്നെയുണ്ട്. മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത് എന്താണ്? പേരിൽ, ആ ഒരു പേരിൽ തന്നെയുണ്ട്. എന്തിന്റെയോ രണ്ടെണ്ണത്തിന്റെ മിക്സിംഗ് ആണ്. നമ്മളിപ്പോ പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാ? സെൻസറി നെർവ്സിനെ കുറിച്ചും മോട്ടോർ നെർവ്സിനെ കുറിച്ചും. അപ്പം ഉറപ്പായിട്ടും ഈ പറയുന്ന സെൻസറി നെർവ്സിന്റെയും മോട്ടോർ നെർവ്സിന്റെയും ഒരു മിക്സ് ആയിരിക്കും ഈ പറയുന്ന മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. അതായത് ഈ മിക്സഡ് നെർവ്സ് ഈ പറയുന്ന സെൻസറി നെർവ്സിന്റെയും അതുപോലെ തന്നെ മോട്ടോർ നെർവ്സിന്റെയും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബോഡി പാർട്സിൽ നിന്നും ഇൻഫർമേഷൻസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ? ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ മിക്സഡ് നെർവ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ? അതായത് നെർവ്സ് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെയാണ് നമ്മൾ നെർവ്സ് എന്ന് പറയുന്നത്. അതിനെ സറൗണ്ട് ചെയ്ത്
കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് അതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നെർവ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്തിന്റെ ബേസിസിലാണ്? ഏത് ഫംഗ്ഷൻ ആണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നെർവ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ഓഫ് നെർവ്സ് ആണുള്ളത്. ഒന്നാമത്തേത് സെൻസറി നെർവ്സ്, രണ്ടാമത്തേത് മോട്ടോർ നെർവ്സ്, മൂന്നാമത്തേത് മിക്സഡ് നെർവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ടൈപ്സ് ഓഫ് നെർവ്സ് ഏതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഇതിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് നെർവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് എന്താണ്? നമ്മുടെ സെൻസറി നെർവ്സ് അല്ലെ. സെൻസറി നെർവ്സ് എന്താ ചെയ്യുന്നേ? ഇമ്പൾസസിനെ നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി പാർട്സിൽ നിന്നും ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ട് എങ്ങോട്ടേക്കൊക്കെയാണ് എത്തിക്കുന്നത്? നമ്മളുടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സെൻസറി നെർവ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസറി നെർവ്സ് എങ്ങനെയാണ്? നെർവ്സ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ്? ഒന്നുകിൽ നെർവ് ഫൈബേഴ്സ് കൊണ്ടായിരിക്കും, ഒന്നെങ്കിൽ നെർവ് ഫൈബേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസുകൾ കൂടി ചേർന്നതാണ് നെർവ് എന്ന് പറഞ്ഞായിരുന്നു. സെൻസറി നെർവ്സ് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? സെൻസറി നെർവ് ഫൈബേഴ്സ് കൂടി ചേർന്നിട്ടായിരിക്കും ആരുണ്ടാവുന്നത്? നമ്മുടെ സെൻസറി നെർവ് ഫൈബേഴ്സ് കൂടി ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്? സെൻസറി നെർവ്സ് ഉണ്ടാകുന്നത്. രണ്ടാമത്തേതാണ് എന്തെന്ന് പറയുന്നത്? മോട്ടോർ. നമ്മളുടെ ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലും ഉണ്ടാകുന്ന ആ ഒരു ഇമ്പൾസസിനെ, അതായത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് വേണ്ടി എന്താണ് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ക്രിയേറ്റ് ചെയ്ത റെസ്പോൺസിനെ എങ്ങോട്ടേക്ക് എത്തിക്കുക? വേരിയസ് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് എത്തിക്കുക. ഇപ്പൊ നമ്മുടെ കാലിൽ മുള്ളുകൊണ്ട കാര്യമാണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും എത്തിക്കുന്നത്? കാലിലേക്കായിരിക്കും അല്ലെ എത്തിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ്. അപ്പം കാലിൽ മുള്ളു കൊള്ളുമ്പോ എന്ത് സംഭവിക്കും? നമ്മള് കാലിൽ മുള്ളു കൊള്ളുന്നു, മുള്ളു കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ സെൻസറി നെർവ്സ് കാലിൽ മുള്ളു കൊണ്ടു എന്നുള്ള ഒരു ഇമ്പൾസ് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? നമ്മളുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചു കഴിയുമ്പം സ്പൈനൽ കോഡിൽ വെച്ച് അവിടെ എന്ത് സംഭവിക്കും? ഇന്ന ഒരു സ്റ്റിമുലസ് ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത റെസ്പോൺസിനെ നമ്മളുടെ മോട്ടോർ നെർവ്സ് വഴി നമ്മളുടെ കാലിലേക്ക് വീണ്ടും എത്തിക്കും. അങ്ങനെ എത്തിക്കുന്നത് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കാല് നമ്മൾ ആ ഒരു മുള്ളിൽ നിന്നും പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ നെർവാണ് മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തേക്കുന്ന എന്താണ്? സെൻസറി നെർവ് ഫൈബേഴ്സും മോട്ടോർ നെർവ് ഫൈബേഴ്സും കൊണ്ടാണ് മിക്സഡ് നെർവ്സ് ഉണ്ടായേക്കുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഉള്ള ഇൻഫോർമേഷൻസിനെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസിനെ ക്യാരി ചെയ്ത് എങ്ങോട്ടേക്കും എത്തിക്കുന്നുണ്ട്? നമ്മുടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആരുടെ ഫംഗ്ഷൻ? മിക്സഡ് നെർവ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നെർവ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ. അപ്പോ ഇനിയുള്ളത് ഈ പറയുന്ന നെർവ്സുകളെല്ലാം കൂടി ചേർന്നിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നെർവ്സും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ ചില ഓർഗൻസും ഒക്കെ കൂടി ചേർന്നിട്ട് അതൊരു സിസ്റ്റമായിട്ട് ഫോം ചെയ്യും. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മളുടെ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം നമ്മളുടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളുടെ ബോഡിയെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് വേയിൽ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നെർവ് സിസ്റ്റമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ നെർവ് സിസ്റ്റത്തിന്റെ പാർട്ട്, അല്ലെങ്കിൽ അവയുടെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നെർവ് സിസ്റ്റത്തിനെ നമ്മൾ മെയിൻലി 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെർവ് സിസ്റ്റത്തിനെ നമ്മൾ മെയിൻലി 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ സിസ്റ്റം അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ്. ഒന്നാമത്തെ കാറ്റഗറിയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ മെയിൻലി 2 പാർട്സ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പാർട്ട് ഏതായിരിക്കും?
നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ ഒരു ബോഡി പാർട്ട് ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ ബ്രെയിൻ അല്ലെ. നമ്മുടെ ബ്രെയിൻ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആള്. അപ്പൊ ഈ ബ്രെയിൻ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒന്നാമത്തെ ആള്. ഇനി രണ്ടാമത് ആരായിരിക്കും? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വേറൊരു ആളുകൂടി ഉണ്ട്, അതാണ് നമ്മളുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഒക്കെയാണ് എന്താണ് സ്റ്റിമുലസ് എത്തുന്നത്, അവിടുന്ന് വീണ്ടും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പം രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും രണ്ട് പാർട്സ് ഉണ്ട്. ഒന്നാമത്തേത് ക്രേനിയൽ നെർവ്സ്, ക്രേനിയൽ നെർവ്സ്. അതുപോലെ തന്നെ രണ്ടാമതൊരു പാർട്ടുണ്ട്, അതാണ് നമ്മളുടെ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും രണ്ടാമത്തേത് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ടായിരിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അതില് ഒന്നാമത്തെ പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു പാർട്ടാണ് ശരിക്കും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ ബ്രെയിനിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന നെർവ്സുകളായിരിക്കും. സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന കുറെ നെർവ്സുകളായിരിക്കും സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഓക്കെ, ഇതാണ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഇതാണ് നമ്മളുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും ഉണ്ടായിരിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ടായിരിക്കും. അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ പാർട്സുകളാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ബ്രെയിനിനെ കുറിച്ചാണ്. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ബ്രെയിൻ എന്താണ്, ബ്രെയിനിൽ കാണപ്പെടുന്ന പാർട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഓരോ പാർട്സും ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബ്രെയിൻ അറിയാം അല്ലേ? നമ്മുടെ ബ്രെയിൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയാം. ശരിക്കും ഈ പറയുന്ന ബ്രെയിൻ ഇത്ര ഇമ്പോർട്ടന്റ് ആണോ? അതെ അല്ലേ? ചോദിക്കാനുള്ള കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു പാർട്ടാണ്. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ബോഡിയിലെ ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റീസിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിപ്പം ടീച്ചർ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ ആലോചിച്ചെടുക്കുന്ന കാര്യങ്ങളാവട്ടെ, അതുപോലെ ടീച്ചറിന്റെ ബോഡി മൂവ്മെന്റ്സ് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മളുടെ ബ്രെയിൻ ആണ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ട് എന്ന് നമുക്ക് പറയാം നമ്മുടെ ബ്രെയിനിന്. കാരണം എന്താണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്രെയിൻ എങ്ങനെയായിരിക്കും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്? ബ്രെയിൻ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റഡ് ആണോ? അതായത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ബോഡിയിലെ അല്ലെ. അപ്പം ഈ പറയുന്ന സാധനം എന്ത് ചെയ്യണം? ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അല്ലെ.
അല്ലേ? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, തീർച്ചയായിട്ടും അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ഒരു ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ഈ ഒരു സ്കള്ളിനകത്താണ് എന്ത് ഇരിക്കുന്നത്? നമ്മളുടെ ബ്രെയിൻ ഇരിക്കുന്നത്, അല്ലെ? ഈ സ്കള്ള് ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് നമുക്ക്, അല്ലെ? ഈ സ്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ സ്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സ്കൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന സ്കളിന് ശേഷം ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനും കൂടി ഉണ്ട്. ആ ഒരു മെംബ്രെയിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെയർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് മെനിഞ്ചസ് എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന മെനിഞ്ചസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ലെയേഴ്സ് കൂടി ചേർന്നതാണ്. ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ. ഇത് 3 കൂടി ചേർന്നിട്ടാണ് മെനിഞ്ചസ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഈ മെനിഞ്ചസും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല, ബ്രെയിനിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ പറയുന്ന മെനിഞ്ചസും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറഞ്ഞേക്കുന്നതാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് കവർ ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ ഒന്നാമത്തെ മെംബ്രെയിനെയാണ് ഡ്യൂറാ മാറ്റർ എന്ന് പറയുന്നത്. അതൊരു ഔട്ടർ ലെയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഔട്ടർ ലെയർ ആണ്. അതുപോലെ രണ്ടാമത്തെ മിഡിൽ ആയിട്ടുള്ള ലെയർ ആണ് എന്തെന്ന് പറയുന്നത്? അരക്നോയിഡ് മാറ്റർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെയർ ആണ് പയാ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു 3 ലെയേഴ്സ് ഉണ്ട്. ഈ 3 ലെയേഴ്സ് കൂടാതെ അഡീഷണലി എന്തെങ്കിലും, അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള വേറെ അഡീഷണൽ എന്തെങ്കിലും സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ എന്തെങ്കിലും പ്രസന്റ് ആണോ ഈ പറയുന്ന ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്കള്ളുണ്ട്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് നമ്മുടെ മെനിഞ്ചസ്, പിന്നെ ഉള്ളതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന മറ്റൊരു പ്രൊട്ടക്ഷൻ മെത്തേഡും കൂടി നമ്മളുടെ ബ്രെയിനിനുണ്ട്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. അപ്പം ഈ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ മെനിഞ്ചസിന്റെ ഇന്നർ ലെയറിലായിട്ടായിരിക്കും ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ഫ്ലൂയിഡി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഫ്ലൂയിഡി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമ്മളുടെ ഈ ഒരു ബ്രെയിനിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ? ശരിക്കും ഈ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരത്തിലൊരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓടി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന ബ്രെയിനിനകത്തെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ബ്രെയിനിലെ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതുപോലെയുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് നമ്മളുടെ ആരായിരിക്കും? നമ്മളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോ ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോ ഇത്തരത്തില് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ബ്രെയിനിനെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവോയ്ഡ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്?
ഒന്നാമത് നമ്മളുടെ ബ്രെയിനിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രെയിനകത്തെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ആയിരിക്കുന്നത്? നമ്മളുടെ മെനിഞ്ചസിന്റെ ഇന്നർ മെംബ്രെയിൻസിലും അതുപോലെ വെൻട്രിക്കിൾസ്, അതായത് ബ്രെയിനിന്റെ വെൻട്രിക്കിൾ റീജിയണിലുമാണ് നമ്മളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ, നമുക്കറിയാം ബ്രെയിനിൽ ഒരുപാട് ബ്രെയിൻ സെൽസുകൾ ഉണ്ട് അല്ലെ. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഓർഗൻ ആണ്. അപ്പൊ ഈ ഓർഗൻ ഉണ്ടായേക്കുന്ന എന്തുകൊണ്ടായിരിക്കും? സെൽസ് കൊണ്ടും, സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂസും, ടിഷ്യൂസ് കൂടി ചേർന്നായിരിക്കും ഈ പറയുന്ന ഓർഗൻ ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സെൽസിനകത്ത് നടക്കേണ്ട ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തില് എന്താണ്, നമ്മളുടെ ബ്രെയിൻ സെൽസിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ പാർട്സ് ഏതൊക്കെയാണ്, ഓരോ പാർട്സും ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്രെയിൻ. എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്നതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഒന്നും ഒരുപോലെ ഒന്നും ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. അതായത് ഈ ഒരു അപ്പർ റീജിയൺ ഒക്കെ നോക്കുക, അതായത് ഈ ഒരു റീജിയൺ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറെ കുണ്ടും കുഴികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇവിടെ പല തരത്തിലുള്ള എന്താണ് ഒരുപാട് ഫിഷേഴ്സും ഫോൾഡിങ്സും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഔട്ടർ റീജിയനിൽ കാണാൻ പറ്റും. പക്ഷെ ഈ അകത്തേക്ക് വരുമ്പം അത്രയും ഒരു എന്താണ് ഫോൾഡിങ്സോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ എല്ലാ പാർട്സിനും അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ ഓരോ പാർട്സിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇത് എന്താണ്, അതുപോലെ ഈ ഓരോ പാർട്സും ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഒരു 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് മെയിൻലി 5 പാർട്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് സെറിബ്രം, രണ്ടാമത്തേത് സെറിബെല്ലം, മൂന്നാമത്തേത് തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇങ്ങനെ ഒരു 5 പാർട്സ്, അതിന്റെ ഫങ്ഷൻ, അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് വരാം. അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഈ പറയുന്ന കളേർഡ് ആയിട്ടുള്ള റീജിയൻ. അപ്പൊ ഈ ഒരു കളേർഡ് റീജിയൻ എന്താണ്, ഇതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടാണ് നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം. ഓക്കെ, നമ്മളുടെ സെറിബ്രം. അപ്പൊ ഈ സെറിബ്രം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളേർഡ് റീജിയൻ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബ്രെയിനിന്റെ മറ്റു ഓവറോൾ സൈസ് എടുത്ത് നോക്കുമ്പോൾ ഒരു 75% അല്ലെങ്കിൽ 70% എന്ത് ചെയ്തേക്കുന്നത് നമ്മുടെ സെറിബ്രം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. അപ്പം ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. ആദ്യം ടീച്ചർ പറഞ്ഞായിരുന്നു, ഈ ഒരു പോർഷൻസിൽ നമുക്ക് നോക്കുമ്പോൾ ചില ഫോൾഡിങ്സും അതുപോലെ തന്നെ ചില ഫിഷേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഫോൾഡിങ്സ് ഒക്കെ അതിന്റെ ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫോൾഡിങ്സും കാര്യങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ഒരു പാർട്ട് കൂടിയാണ് നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പം ടീച്ചർ എക്സാമ്പിൾസിലൂടെ പറഞ്ഞുതരാം. കാരണം കുറെ ഫങ്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ എന്താണ് ഉദാഹരണങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാമ്പിൾസിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അതെന്താണ് കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ സെറിബ്രം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു കാര്യം ക്ലാസ്സിൽ പറയുന്നു,
ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നെ പറയും. അപ്പൊ ബ്രെയിനിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരുപാട് പേര് ഈ ഒരു ബ്രെയിൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇരിക്കുന്നതെന്ന് ഈ ബ്രെയിനിന്റെ സ്ട്രക്ചർ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇമാജിൻ ചെയ്തു പോയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. ആ ഒരു ഇമാജിനേഷൻ അല്ലെ, പലർക്കും ആ ഒരു ഇമാജിനേഷനുള്ള കഴിവ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ അത് ഡിഫറെന്റ് ആണ് ഓരോരുത്തർക്കും. അപ്പൊ ഈ പറയുന്ന സെറിബ്രമാണ് നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആവുന്നത് നമ്മളുടെ സെറിബ്രമാണ്, ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ ഒരു കാര്യം നമ്മളിപ്പം ഇന്ന് പറഞ്ഞു തന്നു. അപ്പം ഇന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് നാളെ ചോദ്യങ്ങൾ ചോദിക്കും അല്ലെ, ടീച്ചേഴ്സ് നാളെ വന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ ചിലര് എന്താണ് ആ ഒരു കാര്യം ഓർത്ത് ആൻസർ ചെയ്യും അല്ലെ, ചിലര് വന്നിട്ട് പക്ഷെ അത് ഓർത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ചിലർക്ക് ഉണ്ടാവത്തില്ല. അപ്പോ അതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ സെറിബ്രമാണ്. അതായത് നമ്മളുടെ മെമ്മറി, അതുപോലെ തന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതുപോലെ തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അതായത് ചില കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ, അതായത് നമ്മൾ ചിന്തിക്കും. അതായത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ ഇതെങ്ങനെയാണ്, അതായത് ഇപ്പൊ സെറിബ്രത്തിന്റെ കാര്യം ഞാനിപ്പം ഫംഗ്ഷൻ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം ഇതെങ്ങനെയാണ് നടക്കുന്നത് അല്ലെ. അതായത് ഈ ഒരു തിങ്കിങ്ങിന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഇമാജിനേഷന്റെയും അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ചില ബോഡി മൂവ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ പലതരത്തിൽ, ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ടീച്ചറിന്റെ കൈ മാറുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ടങ്ങിൽ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില മൂവ്മെന്റ്സുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സുകളെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളുടെ സെറിബ്രമാണ്. ഓക്കെ, അപ്പൊ സെറിബ്രം ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അതായത് എന്താണ്, ഒന്നാമത്തേത് എന്താ, നമ്മളുടെ തിങ്കിങ് അല്ലെ. തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സെറിബ്രമാണ്. ഇമാജിനേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ സെറിബ്രമാണ്. അതുപോലെ തന്നെ മെമ്മറി, അതായത് ഓർമ്മ വെക്കുക, ഒരു കാര്യം ഓർമ്മ വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ സെറിബ്രം. അതുപോലെ തന്നെയുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, അതുപോലെ സെറിബ്രം ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സ്. അതായത് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ്സിനെയാണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളുടെ സെറിബ്രമാണ്. ഓക്കെ, ഇനി വേറൊരു ഫംഗ്ഷനും കൂടി നമ്മളുടെ സെറിബ്രം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ നല്ല രുചികരമായ ഫുഡ് ഉണ്ടാക്കുന്നു അല്ലെ. അതുപോലെ തന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നമ്മൾ അടുക്കളയിലേക്ക് പോകാനായിട്ട് നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും, ആ ഒരു ഫുഡിന്റെ സ്മെല്ല്. ഓക്കെ, അതൊരു സെൻസേഷനാണ്. അപ്പൊ ഈ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സെൻസേഷൻസിനെ ഇവോക്ക് ചെയ്യുക എന്നുള്ളതും നമ്മുടെ സെറിബ്രത്തിന്റെ ഒരു ഫംഗ്ഷനാണ്. അതായത് അവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രമാണ്. അപ്പൊ സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ് ആണ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഇതുപോലെയുള്ള ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെയൊക്കെ ഈ പറയുന്ന ഫങ്ഷൻസ് മറക്കാതെ ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സെറിബ്രം ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? നമ്മളുടെ മെമ്മറിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ സെറിബ്രം, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. തിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് സെറിബ്രമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ക്രിയേറ്റിവിറ്റി. ആ ക്രിയേറ്റിവിറ്റിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സെറിബ്രമാണ്. പിന്നെ ഇന്റലിജൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സെറിബ്രമാണ്. പിന്നെ സെൻസേഷൻസ് ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ സെറിബ്രമാണ്. അപ്പം സെറിബ്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറിബ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്, ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. നമ്മളൊരു ഈ ഇമേജ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഇതിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മുടെ മൈൻഡിൽ കണ്ടു കഴിയുമ്പോൾ അതിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്
അതുപോലെ തന്നെ ഒരുപാട് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡിങ്സ് പ്രസന്റ് ആണ്. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഫിഷേഴ്സും ഫോൾഡിങ്സും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. എന്നെങ്കിൽ പോലും നമ്മുടെ സെറിബ്രത്തിന്റെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും. അതിനെ നമ്മൾ കോർട്ടെക്സ് എന്നും അതുപോലെ ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് എന്താണ് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. ആ പാർട്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്, മെഡുല്ല എന്നുമായിരിക്കും പറയുന്നത്. ഇനി ഈ പറയുന്നതിന്റെ ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ്? തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, അതുപോലെ ഇമാജിനേഷൻ, ഇതിന്റെ എല്ലാം സെന്റർ ആണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻസേഷൻസിനെ ഇവോക്ക് ചെയ്യുക, അതുപോലെ നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സെറിബ്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെറിബ്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉള്ള ഫങ്ഷൻസും അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറും. ബ്രെയിനിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് ഈ കാണുന്ന ഈ പോർഷൻ. ഇതാണ് നമ്മളുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, സെറിബെല്ലം ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സെറിബെല്ലം. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും സെറിബെല്ലത്തിനും എന്തുണ്ട്, ചില ഫോൾഡിങ്സുകളുണ്ട്. ഓക്കെ, പക്ഷേ എന്താണ്, കമ്പയർ ടു സെറിബ്രം വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് സെറിബ്രത്തിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത്, സെറിബെല്ലം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ്, ഒരുപാട് ഗ്രൂവ്സും അതുപോലെ ചില ഫിഷേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി എന്തായിരിക്കും സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, എന്തായിരിക്കും സെറിബെല്ലം ചെയ്യുന്ന ഫംഗ്ഷൻ? നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു ഡാൻസർ, അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഡാൻസ് ചെയ്യും. അപ്പം ഡാൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ബോഡി മൂവ്മെന്റ്സുകൾ നടക്കുന്നുണ്ട്, അല്ലെ? ഒരുപാട് തരത്തിലുള്ള ബോഡി മൂവ്മെന്റ്സുകൾ നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരുപാട് മസ്കുലാർ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഈ പറയുന്ന ഡാൻസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മസ്കുലാർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, എപ്പോഴും കോർഡിനേറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെ? അപ്പം ഇത്തരത്തില് മസ്കുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ബ്രെയിനിലെ സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിലെ മസ്കുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ സെറിബെല്ലം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെറിബെല്ലം ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, മസ്കുലാർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുന്ന ഒരു കളിയുണ്ട്. നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് എന്ത് ചെയ്യും, വട്ടം കറങ്ങും. കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് തന്നെ ഒരു ബാലൻസ് ഇല്ലാതെ വരും, അല്ലെ? അപ്പൊ ഇങ്ങനെ ബാലൻസ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബ്രെയിനിലെ പാർട്ട് എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തെങ്കിലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ബോഡിക്ക് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. ഓക്കെ, ഇതാണ് സെറിബെല്ലത്തിന്റെ മേജർ ഫംഗ്ഷൻ. മസ്കുലാർ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് റീകോൾ ചെയ്യാം സെറിബെല്ലം എന്താണെന്നുള്ളത്. ഇത് എന്താണ്, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, സെറിബ്രത്തിന്റെ ബിഹൈൻഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ടാണ്. അതിനകത്ത് ഫ്ലാപ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഫിഷേഴ്സും ഗ്രൂവ്സും ഒക്കെ പ്രസന്റ് ആയിരിക്കും. നമ്മളുടെ മസ്കുലാർ ആക്ടിവിറ്റീസിനെയും ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മേജർ പാർട്ടാണ് ആരെന്ന് പറയുന്നത്, സെറിബെല്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീജിയൺ എന്ന് പറയുന്നത് നമ്മളുടെ സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പോർഷൻ ആണ്. ഓക്കെ, ആ പോർഷനെ പറയുന്ന പേരാണ് എന്ത്, തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, തലാമസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ബ്രെയിനിൽ ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന പോർഷൻ ആണ് തലാമസ്. ഓക്കെ, റിലേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മളുടെ ബോഡിയിൽ നിന്ന് വരുന്ന
ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പൾസസുകൾ ഉണ്ടായിരിക്കും. ആ ഇമ്പൾസസ് എല്ലാം വന്ന് നമ്മളുടെ തലാമസിലായിരിക്കും വരുന്നത് ഫസ്റ്റ്. അതിനുശേഷം തലാമസ് ഒന്ന് എന്ത് ചെയ്യും, ഓക്കെ ഇതിനെ നമുക്ക് സെറിബ്രത്തിലേക്ക് വിടാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെറിബ്രത്തിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് സെറിബ്രത്തിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മളുടെ തലാമസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മളുടെ തലാമസ് എന്ന് പറയുന്നത്. അത് പ്രസന്റ് ആയിരിക്കുന്ന എവിടെയാണ്, നമ്മുടെ സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും തലാമസ് കാണപ്പെടുന്നത്. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യും, ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താണ്, ഏതാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇമ്പൾസ്, ആ ഇമ്പൾസിനെ സെറിബ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ തലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് തലാമസ്. തലാമസിൽ എന്താണ്, തലാമസ് എന്ന് പറയുന്ന റീജിയൺ ഏതാണ്, ഈ ഒരു റീജിയൺ ആണ്. അതായത് നമ്മുടെ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഈ ഒരു റീജിയൺ ആണ് എന്തെന്ന് പറയുന്നത് തലാമസ്. നമ്മളുടെ ഒരു റിലേ സ്റ്റേഷൻ ആയിട്ടായിരിക്കും എന്താണ് കാണപ്പെടുന്നത്. അതായത് ഇമ്പൾസസിനെ സെറിബ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നും ഇങ്ങടേക്ക് വരുന്ന, അതായത് സെറിബ്രത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഇമ്പൾസിനെയും കൂടി എന്താണ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേ സ്റ്റേഷൻ ആണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് തലാമസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് തലാമസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് റീജിയൺ എന്ന് പറയുന്നത് തലാമസിന് തൊട്ട് താഴെയുള്ള അടുത്ത പോർഷൻ ആണ് ബ്രെയിനിന്റെ. അപ്പൊ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റീജിയൺ ആണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൺ ആണ്. ഈ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഈ പറയുന്ന തലാമസിന് തൊട്ട് താഴെയാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോ ഹൈപ്പോ തലാമസ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, അതായത് ഈ ഹൈപ്പോ തലാമസ് ഉള്ളത് കൊണ്ട് എന്തായിരിക്കും നമ്മളുടെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ് ഇതിന്റെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഹൈപ്പോ തലാമസിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താണ് ഹോമിയോസ്റ്റാസിസ് അല്ലെ. ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബോഡിയിൽ ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോൾട്സ് ആയിക്കോട്ടെ, അതുപോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മളുടെ ബോഡിക്ക് വേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ എക്സസ് ആയാലും അതുപോലെ തന്നെ അതിനെക്കാട്ടിലും കുറവ് എമൗണ്ടിലാണ് കാണപ്പെടുന്നതെങ്കിലും ഈ പറഞ്ഞ ബോഡിയുടെ ഫങ്ഷൻസ് എന്താവും, മൊത്തത്തില് ഡിസ്ട്രക്റ്റഡ് ആവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ്, അതായത് വാട്ടർ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ വേണം, അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ എമൗണ്ട് ഇത്രയുമാണ് വേണ്ടത്. അതുപോലെ എല്ലാത്തിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ വേണ്ടത്. അപ്പം ആ ഒരു എമൗണ്ട് നമ്മളുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോ തലാമസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, നമ്മളുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മളുടെ തലാമസിന്റെ ജസ്റ്റ് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു പോർഷൻ ആണ് തലാമസ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മേജർ റോളുള്ള ഒരു പാർട്ടാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ബ്രെയിനിലെ തന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഈ ഒരു ഇമേജിൽ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മെഡുല്ല എന്നൊക്കെ പറയും, നമ്മൾ മെഡുല്ല എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മളുടെ മെഡുല്ല. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ മെഡുല്ല എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു പാർട്ടാണ് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർട്ട് എന്ന് പറയാൻ കാരണം നമ്മളുടെ ബോഡിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ്,
ഹാർട്ട് ബീറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നു. ഈ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ ഒരു ഡൈജഷന്റെ സമയത്തും കുറെ മൂവ്മെന്റ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ മൂവ്മെന്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത്തരത്തിലുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പം ഈ പറയുന്ന മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. കാരണം എന്താണ്? നമ്മളുടെ ബോഡീനെ നിലനിർത്തുന്നത് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്. അപ്പൊ ഹാർട്ട് ബീറ്റ് ചെയ്തിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവനെ ഇല്ലാണ്ടായി പോകും അല്ലെ? അപ്പം ഇത്തരത്തിലുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ മൂവ്മെന്റ്സിനെ എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു റോഡ് പോലെയായിരിക്കും ഇത് കാണപ്പെടുന്നത്. പിന്നെ അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമ്മളുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സെറിബ്രത്തിന് താഴെയായിട്ടും അതുപോലെ തന്നെ എന്താണ് സെറിബെല്ലത്തിന് നിയറർ ആയിട്ടും കാണപ്പെടുന്ന ഒരു പോർഷൻ ആണ് നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, പിന്നെ അതുപോലെ തന്നെ ഡൈജഷൻ പ്രോസസ്സിന്റെ സമയത്ത് നടക്കുന്ന മൂവ്മെന്റ്സ്, ഇതിനെ അങ്ങനെയുള്ള നമ്മളുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെ, അതായത് ശരിക്കും പറഞ്ഞാൽ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറെ ഇൻവോളണ്ടറി ആക്ഷൻസ് ഉണ്ടല്ലോ, ആ എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ബ്രെയിനിലെ മേജർ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയായിരുന്നു? നമ്മളുടെ ഫസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പാർട്ട് സെറിബ്രം ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ആയിട്ടുള്ള സെറിബെല്ലം ഉണ്ട്. മൂന്നാമത് എന്താണ്? നമ്മളുടെ റിലേ സ്റ്റേഷൻ അല്ലെ? റിലേ സ്റ്റേഷൻ ആരായിരുന്നു? തലാമസ്. അതുപോലെ നമ്മളുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരായിരുന്നു? നമ്മളുടെ ഹൈപ്പോ തലാമസ് ഉണ്ട്. അതുപോലെ നമ്മളുടെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ എന്ത് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയും കൂടി ചേർന്നതാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെയിനിനെ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള പാർട്ടുകൾ നമ്മളുടെ ബ്രെയിനിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളായിട്ട് ചെയ്യേണ്ട ചില പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 2 വീലേഴ്സ് ഒക്കെ ഓടിക്കുമ്പോൾ ഈ പറയുന്ന ഹെൽമെറ്റ് വെയർ ചെയ്യുന്നതെന്ന്? അല്ലെ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ശരിക്കും അത് ഇമ്പോർട്ടന്റ് ആണോ? ആണല്ലേ. കാരണം നമുക്കറിയത്തില്ല, നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ചില സമയങ്ങള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ കൺട്രോളിലായി പോകത്തില്ല. ചിലപ്പോ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പം ആ ഒരു ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെർസെന്റേജ് എങ്കിലും എഫേർട്ട് എടുക്കാം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആണ് ഈ പറയുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 വീലേഴ്സോ ഒക്കെ നമ്മളുടെ പേരൻസോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവര് യൂസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ പോലും അവര് പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ എന്തെടുത്തു കൊടുക്കുക? ഹെൽമെറ്റ് എടുത്തു കൊടുക്കുക. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ നമുക്ക് പലതും ചെയ്യാം, പക്ഷെ ജീവൻ നമുക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എവിടെ പോയാലും എന്ത് ചെയ്യുക? ബൈക്കിലോ അല്ലെങ്കിൽ 2 വീലേഴ്സ് ഏതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 2 വീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഹെൽമെറ്റ് യൂസ് ചെയ്ത് മാത്രം ട്രാവൽ ചെയ്യുക. അപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Manorama Horizon. Learning made simple.